തമിഴ് രാഷ്ട്രീയത്തിൽ വിജയ് ഇങ്ങനെ വെട്ടിക്കേറി വന്നുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റാലിനാകെ പെട്ടൊരവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് അവിടെ ഒരു ട്വിസ്റ്റ്. രജനീകാന്ത് സ്റ്റാലിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് മത്സരിക്കാൻ പ്രചാരണത്തിന്. പണ്ടൊരു പ്രാവശ്യം സ്റ്റാലിൻ ഒരിക്കലും ഇറക്കിയാണ് തന്റെ ജയം ഉറപ്പിച്ച് മുമ്പോട്ട് വന്നത്. ഈ പ്രാവശ്യം അദ്ദേഹത്തിന് ജയം ഉറപ്പിക്കണം എന്നുണ്ടെങ്കിൽ രജനീകാന്ത് തന്നെ കളത്തിൽ ഇറങ്ങണം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. പക്ഷേ ഇന്നിപ്പോൾ രജനീകാന്തിന്റെ മാർക്കറ്റ് വാല്യൂ എങ്ങനെയാണ്? പൊതുജനത്തിന് മുമ്പ് വിജയെ അടിച്ചിടാനുള്ള മാർക്കറ്റ് വാല്യൂ രജനീകാന്തിനുണ്ടോ? പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. 10 വർഷങ്ങൾക്ക് മുമ്പ് രജനീകാന്തിന് നല്ല മാർക്കറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ക്രമേണ പടങ്ങളുടെ പരാജയം, പൊളിറ്റിക്കൽ പാർട്ടി രൂപീകരിച്ചതിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങൾ ഒക്കെ വന്നതോടെ പുള്ളിയുടെ വാല്യൂ, മാർക്കറ്റ് വാല്യൂ, പബ്ലിക്കിന്റെ ഇടയിലുള്ള മാർക്കറ്റ് വാല്യൂ ഡൗൺ ആയി. പുള്ളി പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് വരുന്ന ഒരു സമൂഹം ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിജയുടെ കൂടെ അങ്ങനെ ഒരു സമൂഹം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വെള്ളിത്തിരയിൽ ആവേശം നിറയ്ക്കുന്ന സ്വാഗകൾ കൊണ്ട് രക്തം തിളപ്പിക്കുന്ന രജനീകാന്തും വിജയും നേർക്കുനേർ കൊമ്പ് കോർക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇതാ രജനീകാന്ത് മൈക്ക് കയ്യിലെടുക്കുന്ന സാഹചര്യം നോക്കുക. അത് വിജയ് എന്ന തമിഴ് സൂപ്പർ താരം ഏറെക്കാലമായി ആലോചിച്ചുറപ്പിച്ച് തന്ത്രങ്ങൾ മെനഞ്ഞ് രാഷ്ട്രീയത്തിലേക്ക് ചുവടുവയ്ക്കുന്നതിന്റെ ഒരു നിർണായക ഘട്ടത്തിലാണ്. രജനീകാന്ത് MK സ്റ്റാലിനെ പുകഴ്ത്തിയാൽ വിജയ് എന്ന താരത്തിന്റെ പൊളിറ്റിക്കൽ ഫ്യൂച്ചർ അടഞ്ഞു പോകുമോ? ഒരു പുകഴ്ത്തൽ പ്രസംഗത്തിന് തമിഴ് രാഷ്ട്രീയത്തിൽ അത്രയേറെ സ്വാധീന ശക്തിയുണ്ടോ? ആള് വിജയാണ്. തമിഴ്നാട്ടിലും കേരളത്തിലും ആന്ധ്രയിലും കർണാടകയിലും ആരാധകരുള്ള സൂപ്പർ സ്റ്റാർ. വിജയ് ഇവിടെ വെച്ച് തന്റെ മോഹം ഉപേക്ഷിക്കണോ എന്നതാണ് ചോദ്യം. രജനിയുടെ പ്രസംഗം വിജയ്ക്ക് ഒരു ക്ലീൻ ചെക്ക്മേറ്റ് ആണ്. നാടിളക്കി ഒരു കൊടുങ്കാറ്റ് പോലെ തേരേറി വന്ന വിജയുടെ മുന്നേറ്റത്തിനേറ്റ കനത്ത ചെക്ക്. தனக்கே வழியாதான் அந்த ஒரு புன்னகை, அந்த புன்னகையுடன் செயல்பட்டுக் கொண்டிருக்கும் சிஎம் அவர்களுக்கு மதிப்புரிய என்னுடைய நண்பர் தமிழக முதலமைச்சர் முக ஸ்டாலின் அவர்களுக்கு என்னுடைய முதற்கண். രജനീകാന്ത് വലതൂരം ചേർന്നൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുമെന്നും അത് സംസ്ഥാനത്ത് BJPയെയും AIADMKയെയും ഒരുമിച്ച് ചേർത്ത് പിടിച്ച് ഒരു മുന്നണിയാകുമെന്നും രജനീകാന്ത് തന്നെ അതിന്റെ അമരത്തിരുന്ന് സംസ്ഥാനം ഭരിക്കുമെന്നും ആദ്യം ഒരു കഥ വരുന്നു. രജനീകാന്ത് ഈ കഥകളെയും രാഷ്ട്രീയ ഊഹങ്ങളെയും നിഷേധിച്ചില്ല. ആരാധകരുടെ സമ്മേളനം, രാഷ്ട്രീയ ആലോചനകൾ, രസികർ മണ്ഡലത്തിൽ ചില RSS ബന്ധമുള്ളവരുടെ സാന്നിധ്യം എല്ലാം ചേർത്ത് വെച്ച് തമിഴകത്തും കേരളത്തിലും അങ്ങ് ഡൽഹിയിൽ വരെയും ചർച്ചകൾ തകൃതിയായി. ഒടുവിൽ 2021 തമിഴ് രാഷ്ട്രീയത്തിൽ സജീവ ചർച്ചയായ കൊങ്കുനാട് എന്ന പുതിയ വിഭജന പദ്ധതി രജനീകാന്തിനെ പിന്നോട്ട് വലിച്ചു. കൊങ്കുനാട് രൂപീകരണ സിദ്ധാന്തം ഒരു BJP അനുകൂല നീക്കമായിരുന്നു. പിന്നോട്ട് വലിഞ്ഞ രജനീകാന്ത് വീണ്ടും തമിഴ് കൊമേഴ്സ്യൽ സിനിമകളിൽ സജീവമായി. അപ്പോൾ ആ സമയത്ത് ഇളയ ദളപതി എന്ന പേര് മാറ്റി സ്വയം ദളപതിയായി സ്ഥാനാരോഹണം നടത്തിയിരുന്നു വിജയ്. സിനിമയിലെ സൂപ്പർ ഹീറോ. പഴയ ഭാഷയുടെ മടങ്ങിവരവ് പഴയതിലും ബോക്സ് ഓഫീസ് പ്രഹരശേഷിയുള്ളതായി. സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ വിജയ് രജനി ആരാധകർ തമ്മിൽ ഏറ്റുമുട്ടൽ സജീവമായത് ഈ ഘട്ടത്തിലാണ്. ഒടുവിൽ വിജയ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്ന സാഹചര്യമെത്തി. ഒരിക്കൽ പോലും രജനീകാന്ത് അതേക്കുറിച്ച് നേരിട്ട് അഭിപ്രായം പറഞ്ഞിരുന്നില്ല. എന്നാൽ 2025 തുടക്കം മുതൽ രജനീകാന്ത് ഈ DMK സ്റ്റാലിൻ സൗഹൃദം പൊടിതട്ടിയെടുക്കാൻ ശ്രദ്ധിച്ചു. DMK കുടുംബത്തിലെ സൺ പിക്ചേഴ്സ് വേദികളിലും പലപ്പോഴും രജനീകാന്ത് മറയില്ലാതെ തന്റെ സൗഹൃദം തുറന്നടിച്ചു. ഇതിനോടകം DMK മുന്നണി പാളയത്തിലെത്തിയ കമൽഹാസനുമായുള്ള ബന്ധവും രജനീകാന്ത് കൂടുതൽ ദൃഢമാക്കി. ഒടുവിൽ വിജയ്ക്ക് ഏറ്റവും നിർണായകമായ ഒരു ദിവസത്തിൽ രജനി തന്റെ മൈക്ക് കയ്യിലെടുത്തു. ഇന്ത്യ നാട്ടരസിയലിൽ ഒരു നക്ഷത്രമാകെ ഇരുന്നുകൊണ്ട് തമിഴ്നാട്ട് அரசியலில் ഇന്ത്യ നാട്ട് ആളുങ്കட்சிகளுக்கும் പുതിയ പലയ എതിർകட்சிகளுக்கும் ഒരു സവാലാக ഇരുന്നുകൊണ്ട് വാங்க 26 பார்க்கலாம் அப்படின்னு அந்த புன்னகையோடும் செல்ஃப் கொண்டிருக்கும் CM அவர்களுக்கு என்னுடைய நண்பன் முக ஸ்டாலின் அவர்களுக்கு என்னுடைய முதல் கண் வணக்கம். ഇടയ്ക്കുള്ള ഒരു വരി ഇങ്ങനെയാണ്: ഇന്ത്യ നാട്ട് ആളുങ്കட்சிகளுக்கும், അതായത് ഇപ്പോൾ ഇന്ത്യയിലെ ഭരിക്കുന്ന പാർട്ടിക്കും പുതിയ പഴയ എതിർകட்சிகளுக்கும் ഒരു സവാലാക ഇരുന്നുകൊണ്ട്, അതായത് പുതിയതും പഴയതുമായ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു വെല്ലുവിളിയാകുന്ന ആളാണ് സ്റ്റാലിൻ എന്നാണ് രജനിയുടെ ആമുഖ പ്രസംഗം. പുതിയതും പഴയതുമായ പാർട്ടികൾ എന്ന് രജനി പറഞ്ഞതും സദസ്സിൽ നിന്ന് കയ്യടി ഉയർന്നു. വെറുതെ അല്ല, പുതിയ പാർട്ടി അത് വിജയ് നയിക്കുന്ന TVKയ്ക്കുള്ള നേരമ്പായിരുന്നു. വിജയിയെ സ്റ്റാലിൻ ഭയക്കുന്നില്ലെന്നും ചിരിച്ചുകൊണ്ട് കാത്തിരിക്കുന്നുവെന്നും മുന്നറിയിപ്പ് നൽകി സ്റ്റാലിന്റെ തോഴൻ രജനീകാന്ത്. 1992 മുതൽ 1996 വരെ പ്രത്യക്ഷമായി തന്നെ രാഷ്ട്രീയത്തിൽ ഇടപെട്ടിരുന്നു. പക്ഷേ അത് ജയലളിതയെ തോൽപ്പിക്കാൻ മാത്രമായിരുന്നു. ജയ സർക്കാരിനെ അട്ടിമറിക്കാൻ സംസ്ഥാന കോൺഗ്രസിനെ DMK പക്ഷത്തേക്ക് കൊണ്ടുവരാൻ രജനി മുൻകൈയെടുത്ത് ചർച്ചകൾ തുടങ്ങി. എന്നാൽ കോൺഗ്രസ് അതിന് തയ്യാറായില്ല. പക്ഷേ പിന്നെ കാര്യങ്ങൾ അതിനാടകീയമായിരുന്നു. തമിഴ്നാട്ടിലെ കോൺഗ്രസ് പിളർന്ന് GK മൂപ്പനാരുടെ തമിഴ് മാനില കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടു. മൂപ്പനാരെയും കരുണാനിധിയെയും ഒരുമിപ്പിക്കാൻ രജനീകാന്ത് മധ്യസ്ഥനായി. യുദ്ധത്തിനുള്ള ഭൂമി ഒരുക്കി രജനി മാറി നിന്നു. 1996 തെരഞ്ഞെടുപ്പിൽ പ്രത്യക്ഷമായി ഇടപെടാതെ അമേരിക്കയിലേക്ക് പോയ രജനീകാന്തിനെ മൂപ്പനാരും കരുണാനിധിയും ചേർന്ന് മടക്കി വിളിച്ചു. വിജയിക്കാൻ എന്തോ ഒരു കുറവുണ്ടെന്ന് നേതാക്കൾക്ക് തോന്നിയിരിക്കാം. ഒരേ ഒരു പേച്ച് കൊടുത്ത് പോങ്ക, ഒരൊറ്റ പ്രസംഗം മാത്രം മതി എന്ന കരുണാനിധിയുടെ മൂപ്പനാരുടെയും സ്നേഹ നിർബന്ധത്തിൽ രജനീകാന്ത് മടങ്ങിയെത്തി. മൈക്ക് കയ്യിലെടുത്ത് ഒരു ചെറിയ ടെലിവിഷൻ പ്രസംഗമാണ്. അതിലെ ഏറ്റവും പ്രധാന വരികൾ ഇങ്ങനെയായിരുന്നു: ജയലളിത വീണ്ടും ആഴ്ചയ്ക്ക് വന്നാൽ അന്ത ആണ്ടവനാൽ കൂടെ തമിഴ്നാട്ടെ കാപ്പാത്ത മുടിയാതെ. ഫലം ഞെട്ടിക്കുന്നതായിരുന്നു.
ஜெயலலிதா மீண்டும் ஆட்சிக்கு வந்தால் அந்த ஆண்டவனால் கூட தமிழ்நாட்டை காப்பாற்ற முடியாது. அர்த்தம் ഇതാണ്. ജയലളിത പിന്നെയും അധികാരത്തിൽ വന്നാൽ ദൈവത്തിന് പോലും സാക്ഷാൽ ദൈവത്തിന് പോലും തമിഴ്നാടിനെ രക്ഷിക്കാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പിന്റെ ഫലം ഞെട്ടിക്കുന്നതായിരുന്നു. DMK മനില സഖ്യം നേടിയത് ആകെയുള്ള 234-ൽ 221. കരുണാനിധി മുഖ്യമന്ത്രിയായി. തമിഴ് മനില കോൺഗ്രസും GK മൂപ്പനാരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഉറക്കം കെടുത്തി. വെറും 4 സീറ്റിൽ മാത്രമേ ജയലളിതയുടെ പാർട്ടിക്ക് ജയിക്കാനായുള്ളൂ. രജനീകാന്തിന്റെ പ്രകടനശേഷി ഇതാണ്. ഒരിക്കൽ മൈക്ക് കയ്യിലെടുത്തതിന്റെ അനുഭവം. ഒരിക്കൽ കൂടി രജനീകാന്ത് ഇപ്പോൾ മൈക്ക് കയ്യിലെടുക്കുമ്പോൾ രാഷ്ട്രീയ ജ്യോത്സ്യന്മാർക്ക് കണക്കുപിഴയ്ക്കുന്നതും വിജയിയുടെ മുന്നേറ്റത്തിന് അതൊരു കനത്ത ചെക്ക്മേറ്റ് ആകുന്നതും ഒരിക്കൽ കൂടി തമിഴ്നാട് രാഷ്ട്രീയം ഇന്ത്യയുടെ ശ്രദ്ധാകേന്ദ്രമാകുന്നതും ഈ മുൻകാല അനുഭവം കൊണ്ടാണ്. രജനീകാന്തിന്റെ പഴയ മാർക്കറ്റ് പബ്ലിക്കിന്റെ ഇടയിൽ ഡൗൺ ആണ്. അത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കറിയാം. കാലഘട്ടം മാറി. ഒരു 10 വർഷം മുമ്പ് വരെ പുള്ളിക്ക് ഉണ്ടായിരുന്ന മാർക്കറ്റ് അല്ല ഇന്നുള്ളത്. അന്ന് രജനീകാന്ത് ജയലളിതയ്ക്കെതിരെ പറഞ്ഞപ്പം കിട്ടിയ കൈയടിയും ആ ഒരു വോട്ടും വിജയ്ക്കെതിരെ പറഞ്ഞാൽ കിട്ടുമോ സ്റ്റാലിന്? എനിക്ക് തോന്നുന്നില്ല. സ്വാധീനിക്കുമായിരിക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ വിജയ് എന്ന് പറയുന്ന വ്യക്തി ഒരു വൃക്ഷമായിട്ട് ഇങ്ങനെ വിരാഹിച്ച് നിൽക്കുകയാണ്. ആ വിരാഹിച്ച് നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ താഴെയാണ് സ്റ്റാലിൻ. അത്യാവശ്യം കോമൺ സെൻസ് ഉള്ളവർക്ക്, രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർക്കൊക്കെ മനസ്സിലാവും. അദ്ദേഹം കുറേ നാളായി അങ്ങ് ഇറങ്ങിക്കളിക്കുകയാണ്. ആ കളി പുള്ളിയുടെ പബ്ലിക്കിൻ്റെ ഇടയിലുള്ള ഇൻഫ്ലുവൻസ് കൂട്ടി. കഴിഞ്ഞിടയ്ക്ക് ഒരു ചെറുപ്പക്കാരൻ പുള്ളിയുടെ വണ്ടിയുടെ ടോപ്പിലോട്ട് പുള്ളി സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് കയറി വരികയും നമ്മൾ കാണുകയും ചെയ്തതാണ്. ബൗൺസേഴ്സ് തള്ളിയിടുകയും ആ ഇഷ്യൂ ഒക്കെ വന്നപ്പോൾ ഇമേജ് ഡൗൺ ആവും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ പുള്ളി അത് മാനേജ് ചെയ്തെടുത്തു. ഇങ്ങനെയുള്ള ക്രൗഡ് വരുമ്പോൾ ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരും. സ്ട്രേഞ്ചേഴ്സ് ഓടി അവിടെ നിന്നൊക്കെ വരും. ബൗൺസേഴ്സിനെ സംബന്ധിച്ച് അവർ തള്ളി മാറ്റും. അവർക്കിപ്പോൾ വിജയുടെ പ്രൊട്ടക്ഷനാണ് നോക്കുന്നല്ല, ക്രൗഡിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി അല്ല നിർത്തിയിരിക്കുന്നത്. ഈ ക്രൗഡെല്ലാം ഓടി അവിടുന്ന് ഇവിടെ നിന്ന് കയറി വരാതിരിക്കാൻ കുറച്ചുകൂടെ ബൗൺസേഴ്സിനെ അവിടെ വെച്ച് ക്രൗഡിനെ ബ്ലോക്ക് ചെയ്യണമായിരുന്നു. അവിടെ ഒരു വീഴ്ച വന്നു. വിജയ് എന്നാണ് എനിക്ക് തോന്നുന്നു സ്റ്റാലിനെ വാരി അടിക്കാനാണ് സാധ്യത. രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നതും വിജയ് തന്നെ ജയിക്കുമെന്നാണ്. പക്ഷെ സ്റ്റാലിൻ അന്ന് ജയലളിതയ്ക്കെതിരെ ഇറക്കിയ പോലെ ഇവിടെ ഇറക്കിയാൽ വിജയനെ അടിക്കാൻ പറ്റുമെന്നാണ് സ്റ്റാലിൻ്റെ പ്രതീക്ഷ. പക്ഷെ അത് ജയലളിതയാണെന്ന്, ഇത് വിജയ് ആണ്. രണ്ടും വ്യത്യാസമുണ്ട്. ജയലളിത അന്ന് ഭരിച്ചിരുന്ന സമയത്തുള്ള ഇഷ്യൂസൊക്കെ അന്ന് സ്റ്റാലിന് മുമ്പോട്ട് വെക്കായിരുന്നു. ഇവിടെ വിജയ് ഭരിച്ചിട്ടില്ലല്ലോ. പിന്നെ വിജയുടെ എന്ത് മോശം കാര്യമാണ് മുമ്പോട്ട് വെക്കുന്നത്? കഴിഞ്ഞ പ്രാവശ്യം വിജയൊക്കെ ഭരിച്ചിരുന്ന സമയത്ത് കാണിച്ചിരുന്നതുകൊണ്ട് എന്ത് പറയാൻ വേണ്ടിയാണ്? ജയലളിതയ്ക്ക് അന്നുണ്ടാകുന്ന പബ്ലിക്കിന് മുമ്പുള്ള ഇമേജ് അല്ല വിജയുടെ ഇന്നത്തെ ഇമേജ്. രണ്ടും വ്യത്യസ്തമാണ്. രജനീകാന്ത് വെറുതെ കുറേ ഡയലോഗ് അടിക്കാവുന്നേ ഉള്ളൂ. ഒരു തവണ പറഞ്ഞാൽ 100 തവണ പറഞ്ഞ പോലെയാന്നൊക്കെ സിനിമയിൽ പറയാവുന്ന പോലെ ഇവിടെ വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രയാസമാണ്. ഞാൻ രജനീകാന്തിൻ്റെ ഒരുമയപ്പെട്ട എല്ലാ പടവും കണ്ടിട്ടുണ്ട്, വിജയുടെയും കണ്ടിട്ടുണ്ട്. രജനീകാന്തിൻ്റെ അഭിനയം ഇഷ്ടമാണ്, വിജയുടെ അഭിനയം ഇഷ്ടമാണ്. കേരളത്തിൽ ഇവർക്ക് രണ്ടുപേർക്കും ഫാൻസ് ഉണ്ട്. വിജയ്ക്ക് രജനീകാന്തിനേക്കാളും കൂടുതൽ ഫാൻസായി. രജനീകാന്തിൻ്റെ അഭിനയത്തിലുള്ള പോരായ്മ കൊണ്ടല്ല, പുള്ളിയുടെ എടുക്കുന്ന റോളുകളൊക്കെ കുറഞ്ഞു. ഏജ് ഫാക്ടർ വിജയെ സംബന്ധിച്ച് അദ്ദേഹം ചെറുപ്പമാണ്. എന്താണെങ്കിലും വിജയ് തന്നെയാണ് ഒരു തട്ട് മുകളിൽ നിൽക്കുന്നത്. അതിനിപ്പം രജനീകാന്തിനെ കൊണ്ട് സ്റ്റാലിൻ ഇറക്കിയാലും വിജയുടെ ഒപ്പം രജനീകാന്തിൻ്റെ തട്ട് വരില്ല. അതതിൻ്റെ യാഥാർത്ഥ്യമാണ്. അത് ഫാൻസ് തമ്മിൽ അടിയുണ്ടാക്കും. എന്നെ ഫാൻസും തെറി പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഏടാ പറയാൻ വേണ്ടി എന്നെ പച്ചയ്ക്ക് കൂടെ തെറി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. യാഥാർത്ഥ്യം എന്നും യാഥാർത്ഥ്യം തന്നെയാണ്. വിജയ് പബ്ലിക്കിൻ്റെ ഇടയിൽ അതുപോലെ ഇൻഫ്ലുവൻസ് ചെയ്തു, പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ. അതാണ് സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ്റെ പടങ്ങൾ 10-45 പടങ്ങളിൽ അയാൾ അഭിനയിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലുള്ള ഒരുമായപ്പെട്ട എല്ലാ നടിമാരുടെ കൂടെയും പുള്ളി ഓരോ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ പടങ്ങളെല്ലാം ഫ്ലോപ്പാണ്. പടം കണ്ടവർക്കൊക്കെ അറിയാം. അദ്ദേഹത്തിൻ്റെ അഭിനയം ഈ തമിഴ് രാഷ്ട്രീയത്തിൽ ആദ്യം അഭിനയത്തിലോട്ട് വന്നിട്ടാണല്ലോ രാഷ്ട്രീയത്തിലോട്ട് വരുന്നത്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ സ്റ്റാലിൻ ഉദയനെ അഭിനയത്തിലോട്ട് ഇറക്കിയിട്ട് ഈ രാഷ്ട്രീയത്തിലോട്ട് വിട്ടത്. അഭിനയം വഴി പബ്ലിക്കിൻ്റെ ഇടയിൽ ഒരു ഫെയിം ഉണ്ടാക്കുകയും സുപരിചിതനാക്കുകയും ചെയ്തതിന് ശേഷം പതുക്കെ സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രിയാണല്ലോ ഇപ്പം. അടുത്ത മുഖ്യമന്ത്രിയാകാൻ വേണ്ടി നിൽക്കുന്ന ആളല്ലേ. വിജയ് അടിക്കാൻ വേണ്ടി സ്റ്റാലിൻ ആയിട്ടില്ല. അതാണ് സത്യാവസ്ഥ അറ്റ് പ്രസൻറ്റ്. ഇനി ചിലപ്പോൾ നാളെ ഇനി അടുത്ത മുമ്പോട്ടുള്ള വിജയുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഇതേപോലെ തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ വിജയ്ക്ക് വിജയം നേടാം. അത് ഇതേപോലെ നാണം പോലെ കൊണ്ടുപോകുന്നില്ലെന്നുണ്ടെങ്കിൽ സ്റ്റാലിന് ചിലപ്പം വിജയം നേടാൻ പറ്റും. എന്താണെങ്കിലും വിജയ് തന്നെ കയറും എന്നാണ് എൻ്റെ കാൽക്കുലേഷൻസ് പറയുന്നത്. പബ്ലിക്കിൻ്റെ ഇടയിൽ വിജയ് ഉണ്ടാക്കിയ ഇൻഫ്ലുവൻസ് തന്നെയാണ് വിജയുടെ വിജയത്തിലോട്ട് പോകുന്നത്. തമിഴക വെற்றிക്കഴകം അധ്യക്ഷൻ നടൻ വിജയുടെ രാഷ്ട്രീയ യാത്രയ്ക്ക് തമിഴ്നാട് പര്യടനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. അപ്പോൾ വിജയുടെ ആരാധകരൊക്കെയും ഇവിടെ തിരുച്ചിറപ്പള്ളിയിൽ തടിച്ചുകൂടിയിട്ടുണ്ട്. ഇവർ വലിയ ആവേശത്തിലാണ്. ഇപ്പോഴാണ് നമുക്ക് ഒരു മലയാളിയെ കൂടി പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. ചേച്ചി പേരെന്താണ്? എന്റെ പേര് യോഗലക്ഷ്മി. ഇവിടെ താമസിച്ച് പിന്നീട് കൊല്ലത്തേക്ക് പോയത്. എന്താണ് ഒരു പ്രതീക്ഷ? വിജയ്ക്ക് ഒരു സിനിമയിൽ ഉണ്ടാക്കുന്ന ഒരു സ്റ്റാർഡം അദ്ദേഹത്തിന്റെ ആരാധകരൊക്കെ ഉണ്ട്. അതിനപ്പുറം രാഷ്ട്രീയത്തിൽ വിജയിക്കാൻ പറ്റും? പറ്റും, തീർച്ചയായിട്ടും പറ്റും. വിജയ് കാരണം ഫിലിംസിൽ തന്നെ ഒരുപാട് ഫാൻസുകളുണ്ട്. അപ്പം ആക്ച്വലി വന്നാൽ ഉറപ്പായിട്ട് വിജയിക്കും. ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, വിശ്വാസമുണ്ട്. എന്താ പ്രതീക്ഷിക്കുന്നത്? എന്താണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഉറപ്പായിട്ട് ഈ 2026 തലപതി വിജയ് വരണമെന്നാണ് ഒരുപാട് ആഗ്രഹമുള്ളത്. വിജയ് വരണം. എന്റെ ആഗ്രഹത്തിൽ ഒരുപാട് ഫാൻസുകളുണ്ട്. വിജയുടെ ഫാൻസുകൾ ഒരുപാടുണ്ട്.
എനിക്ക് ആഗ്രഹം നമ്മുടെ തലപതി അവിടെയും വരണമെന്നാണ് ആഗ്രഹം. പിന്നെ തമിഴ്നാട് മാത്രമേ ഉള്ളൂ. പിന്നെ തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട് നമ്മുടെ തലപതി തന്നെ വരും. അത് വിജയ്ക്ക് കേരളത്തിൽ ആരാധകർ അധികം ഉണ്ടായ സത്യമാണ്. വിജയ് ഇനി നെക്സ്റ്റ് ഇലക്ഷനിൽ വിജയ് വന്നാ நீங்க என்ன நினைக்கிறேன்? வந்தால் அவருக்கு வருவாரு. தளபதி மட்டும்தான் டிவிக்கே தான் வரும். டிஎம்கே ஆகுது எத்தாங்க டிஎம்கே ஆளே கிடையாது. அவ்வளோ തലപതി. വിജയ് പറയുന്ന പോലെ തന്നെ ഐ ആം വെയിറ്റിംഗ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.